Good afternoon. Good afternoon. Good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കിയോ നിങ്ങള്? ഇതാണെന്ന് മറുപടി പറയാത്തെ വായിച്ചു നോക്കിയില്ലേ ആരും? വായിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ലബോറട്ടറി റെക്കോർഡ്സ് അല്ലെ? ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ലാബിനകത്ത് ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. പിന്നെന്തായിരുന്നു? സൈൻസ് ആൻഡ് സിംബൽസ് അല്ലെ? ചിത്രങ്ങളും പ്രതീകങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ഒരു ജനറൽ സേഫ്റ്റി മെഷേഴ്സ് ഒന്ന് രണ്ടെണ്ണം പറയാമോ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. പേര് വിളിക്കണോ? ആരെങ്കിലും ഒരാൾ പറയൂ. ഒരു 2 പോയിന്റ്. Persons should have knowledge about aware of safety measures and how to use it. ഓക്കെ. പിന്നെന്താണ് പറഞ്ഞുകൊണ്ട് പറയാമോ? List of dangerous materials should be prepared. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞേ? ഷംസിയ ഉണ്ടോ? ഷംസിയ മോളൊന്ന് പറഞ്ഞേ. 2 പോയിന്റ് പറഞ്ഞേ. ജനറൽ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 2 പോയിന്റ്സ് പറയാമോ? അത് മനുഷ്യന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഈ ബയോ ഹസാർഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം, ലേബൽ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കണ്ണുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ പോയിസൺസ് വന്നാൽ അത് പെട്ടെന്ന് കഴുകി കളയാനുള്ള സൗകര്യം ലാബിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ തീപിടുത്തത്തിനെ പോലുണ്ടാവുന്ന ഈ ഗ്യാസ് ലീക്കേജ് അങ്ങനെയുള്ള എമർജൻസി കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഈ തീപിടുത്തം വരുമ്പോ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ നമ്മുടെ തീപിടുത്തത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒക്കെ ആവശ്യാനുസരണം അത് ലാബിൽ ഉണ്ടായിരിക്കണം. വെരി ഗുഡ്. അപ്പൊ എല്ലാരും വായിച്ചിരുന്നല്ലോ അല്ലെ? വായിക്കണോണ്ടാ. സമയം കണ്ടെത്തി വായിക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാലും മതി കേട്ടോ. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടല്ലോ. പിന്നെന്താണ്? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ബോറടിച്ചിരിക്കാണ് എല്ലാവരും. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കം വരുന്നില്ല അല്ലേ? ശരി കേട്ടോ, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ലബോറട്ടറി റെക്കോർഡ്സ് പറഞ്ഞിരുന്നു. അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ജനറൽ സേഫ്റ്റി മെഷേഴ്സ്, സയൻസ് ആൻഡ് സിംബൽസ്, ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പോർഷനും കൂടിയുള്ളൂ. അതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. എന്താണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കൂ. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ് അല്ലെ? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ അഥവാ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മള് ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പ്രത്യേകം എടുത്ത് പഠിച്ചിരുന്നു അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം ഒരു 20 പോയിന്റ്സോളം ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഉറങ്ങിപ്പോവരുന്നിട്ട് ആരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ഒന്നുകൂടെ പറയാം: ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകളുടെ രൂപരേഖ തയ്യാറാക്കുകയും അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എന്താണ്? നടപ്പിലാക്കുക. പിന്നെന്താണ്? സൂപ്പർവൈസ് ചെയ്യാം, അതിന്റെ മേൽനോട്ടം വഹിക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ പറഞ്ഞത്?
അതായത് ലബോറട്ടറിയുടെ ഗുണനിലവാര മാനേജ്മെന്റ് പ്രോഗ്രാമുകളുടെ രൂപരേഖ തയ്യാറാക്കലും അതിന് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. എന്നുവെച്ചാൽ അങ്ങനെ രൂപരേഖ തയ്യാറാക്കിയിട്ട് അതിന് കൃത്യമായിട്ട് നടപ്പിലാക്കുക. പിന്നെന്താണ്, സൂപ്പർവൈസ് ചെയ്യുക, അതിന്റെ ഒരു മേൽനോട്ടമൊക്കെ വഹിക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുക. സെക്കൻഡ് പോയിന്റ്, എന്തെങ്കിലും പോയിന്റ്സ് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഇതാണ്, കോൺടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്. ഒന്നുകൂടെ വായിക്കാം. കോൺടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്. അതായത് ആവശ്യമുള്ളപ്പോഴെല്ലാം ആശുപത്രിയിലെ നഴ്സിംഗ് അതുപോലെ മറ്റ് ആശുപത്രി ജീവനക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആവശ്യമുള്ള സമയത്ത് കേട്ടോ, ആവശ്യമുള്ള സമയത്ത് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് മറ്റ് ആശുപത്രി ജീവനക്കാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി തേർഡ് പോയിന്റ് എന്താണ് പറയുന്നത്? ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ഒന്നുകൂടെ പറയാം. ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ആ ഒരു സ്പെസിഫിക് ഏരിയയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദിഷ്ട മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്താണ്, എല്ലാവിധ നയങ്ങളും നടപടിക്രമങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നടപ്പിലാക്കുക. നേരത്തെ നമ്മൾ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, സെയിം മീനിങ് തന്നെയാണ് കേട്ടോ ഇംപ്ലിമെന്റിനും. അപ്പൊ എന്താണ്, ആ ഒരു നിർദ്ദിഷ്ട മേഖലയുമായിട്ട്, ഏതാണ് ആ നിർദ്ദിഷ്ട മേഖല അഥവാ അവിടെ സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലബോറട്ടറി ഏരിയ അല്ലെ? ലാബ് മാനേജർ ആണ്. അദ്ദേഹം ഡീൽ ചെയ്യുന്ന ഏരിയ ഏതാണ്? ലാബ് ഏരിയ. അവിടുത്തെ സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് ലബോറട്ടറി ഏരിയ തന്നെയാണ് കേട്ടോ. ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തം ലാബ് മാനേജറുടെ ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പഠിച്ചിരുന്നു ഇല്ലേ? കുറച്ച് പ്രാക്ടിക്കൽ സൈഡ് ആണ് ലാബിന്റെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ആസസ് ഒബ്സർവർ. അടുത്ത പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. ആസസ് ഒബ്സർവർ ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. ഇവിടെ വായിക്കാം. ആസസ് ഒബ്സർവർ ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. അതായത് ആ ഒരു ലാബിനകത്തുള്ള സാങ്കേതികമായിട്ട് ഇടപെടുന്ന ടെക്നിക്കൽ ജീവനക്കാരുണ്ട്, അതല്ലാത്ത എംപ്ലോയീസ് അവിടെ ഉണ്ട് അല്ലെ സ്റ്റാഫിനകത്ത്. അപ്പൊ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് അല്ലെ, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്തുകയും അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുക. പിന്നെന്താണ്? ട്രാക്ക് ആൻഡ് ട്രെൻഡ് അല്ലെ, കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യുക, ട്രെൻഡ് ചെയ്യുക. ട്രെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ടെസ്റ്റിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനത്തെയാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ട്രെൻഡ് അങ്ങനെയാണ്. ഇതിനൊക്കെ നമ്മൾ പറയില്ലേ ലാബിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആ ലാബിലെ തൊഴിലാളികളെ അല്ലെ, പെർഫോമൻസ് എംപ്ലോയീസിന്റെ അവരുടെ പെർഫോമൻസിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ ആ ഒരു ട്രെൻഡിനെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ എന്താണ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഫാത്തിമ അല്ലെ, ഫാത്തിമ ഓക്കെ കണ്ടോട്ടെ, മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. എന്താണ് പറയുന്നത്? നമ്മുടെ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഫാത്തിമ, കറക്റ്റ് ആണ് കേട്ടോ. പുതിയ നയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയൊരു ട്രെൻഡ്, എന്തൊക്കെ പെർഫോമൻസ് അവരുടെ എന്തെല്ലാം ചേഞ്ചസ് അവരുടെ പെർഫോമൻസിൽ വരുത്തണം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലെ. അപ്പൊ അതിനൊക്കെ നമ്മൾ ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ഒരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ലാബിനകത്തുള്ള എല്ലാ എംപ്ലോയീസിന്റെയും അവരുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുകയാണുള്ളത്. ക്ലിയർ ആയ പോയിന്റ് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് പോകാം. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. എന്നോട് പറയാം. അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതായത്
പുതിയതും അതുപോലെ അവിടെ നിലവിലുള്ളതുമായിട്ടുള്ള മെമ്പേഴ്സിന് ആവശ്യമുള്ള ഓൺ സൈറ്റ് ട്രെയിനിങ്. എന്താണ് ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? സ്പോട്ട് ട്രെയിനിങ് അല്ലെ. അവരുടെ ജോലി സംബന്ധമായിട്ട് അവർക്ക് നൽകേണ്ട ചില പരിശീലനങ്ങളുണ്ട് അല്ലെ. അതെല്ലാം തന്നെ അറേഞ്ച് ചെയ്യണം. ആരേഞ്ച് ചെയ്യണം? ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ് അതൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ളത്. മനസ്സിലായല്ലോ? ആ ഒരു ലാബിനകത്ത് നിലവിലുള്ളതും അതുപോലെ പുതിയതുമായിട്ടുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പോട്ട് ട്രെയിനിങ് അഥവാ ഓൺ സൈറ്റ് ട്രെയിനിങ്, അതായത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ട എല്ലാ പരിശീലനങ്ങളും അറേഞ്ച് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ലാബ് മാനേജറുടേതാണ്. അതായത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ അതിനകത്ത് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? അതായത് ലാബിലെ സേഫ്റ്റിയെ കുറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം എപ്പോഴും കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. പലതരത്തിലുള്ള റിസ്കുകൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ് അവര്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാല് അതിനെ എന്ത് ചെയ്യാനായിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഓൺ സൈറ്റ് ട്രെയിനിങ് അല്ലെ. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്ന കുറച്ച് പരിശീലനങ്ങളാണ്. അത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടല്ലോ. അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഡിസ്ചാർജ് ദ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. എന്താണ്? ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. അതായത് ഈ ലാബിന്റെ ഓപ്പറേഷൻസുമായിട്ട്, അല്ലെങ്കിൽ ലാബിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലാബിന്റെ സേവനങ്ങളാണ്. ആ ഒരു ലാബിന്റെ സേവനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സേവനങ്ങളെ പിന്തുണയ്ക്കുന്ന, അതായത് സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന എല്ലാവിധ അധിക ചുമതലകളും നിർവഹിക്കുക എന്നുള്ളത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുകൂടെ പറയാം. അതായത് ലബോറട്ടറി സേവനങ്ങളെ പിന്തുണയ്ക്കുന്ന അധിക ചുമതലകളെ നിർവഹിക്കുക എന്നുള്ളതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ആരും ക്ലാസ് ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. ക്ലാസ്സിൽ ഇരുന്നിട്ട് കേട്ടല്ലോ. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് നോക്കാം. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് all internal and external customers. ഇവിടെ വായിക്കാം. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അതായത് എല്ലാ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കളെ ഉൾപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ലാബിന്റെ ഉപഭോക്തൃ സേവനം വിപുലമാക്കുക അല്ലെങ്കിൽ വിപുലീകരിക്കുക. എന്താ പറയുന്നത്? അതായത് ലാബിനകത്ത് എല്ലാ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഉൾപ്പെടുന്ന രീതിയിൽ എന്താണ് ഉപഭോക്തൃ സേവനത്തിനെ വിപുലമാക്കുക, വിപുലീകരിക്കുക. എന്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല്? ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ. അവരൊരു പക്ഷെ ആ ലാബിന്റെ സർവീസ് ഉപയോഗിക്കുന്നവരാകാം. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് രണ്ടു കൂട്ടരെയും ഒരുപോലെ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഒരു ലാബിന്റെ ഉപഭോക്തൃ സേവനം എന്ന് പറയുന്നത്. അതല്ലാതെ എന്താണ് ഒരു ഇന്റേണൽ മാത്രമായിട്ടുള്ള കസ്റ്റമേഴ്സിൽ ഒതുങ്ങി പോകുന്നതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാത്രമായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സേവനമോ ആയിട്ട് അങ്ങനെ ഒതുങ്ങി പോകരുത്. രണ്ടു കൂട്ടരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധം അല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും ഒരുപോലെ ഉൾപ്പെടുന്ന രീതിയിൽ വേണം ഉപഭോക്തൃ സേവനം വിപുലമാക്കണം. അതിനുള്ള ഉത്തരവാദിത്തം അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. എന്നോട് വായിക്കാം കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. അതായത് ഈ പറഞ്ഞോണം ലബോറട്ടറി ഡാറ്റയുടെ, അതായത് ലബോറട്ടറി വിവരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയവും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള ഒരു പരിശോധനാ ഫലങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. ലാബിലെ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ കൃത്യമായ രീതിയിൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് വായിക്കാം. റിലീസ് ദ സാമ്പിൾസ് to laboratory staff and communicate due dates and turnaround times. ഒന്നുകൂടെ വായിക്കാണ് കേട്ടോ. Release the samples to laboratory staff and communicate due dates and turnaround times. ഈ ലാബിലേക്ക് വരുന്ന എല്ലാ സാമ്പിളുകളെയും
അവിടുത്തെ ലബോറട്ടറി സ്റ്റാഫിനെ അല്ലെങ്കിൽ ലാബ് ജീവനക്കാരിലേക്ക് റിലീസ് ചെയ്യുക. ടെസ്റ്റിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുകയും നിശ്ചിത തീയതികളും ടേൺ അറൗണ്ട് ടൈംസുകളൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യുക. അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഈ ലാബിനകത്തേക്ക് ഒത്തിരി സ്പെസിമെൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് കൃത്യമായിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആർക്ക് റിലീസ് ചെയ്യണം? ലബോറട്ടറി ജീവനക്കാരിലേക്ക് റിലീസ് ചെയ്യണം. അത് മാത്രമല്ല നിശ്ചിത തീയതികളും ടേൺ അറൗണ്ട് സമയങ്ങളൊക്കെ അറിയിക്കണം. നിശ്ചിത തീയതി ടേൺ അറൗണ്ട് ടൈം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിമെന്റിന് റിസൾട്ടിന് മീൻസ് ടെസ്റ്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറിനുള്ളിലൊക്കെ ടെസ്റ്റ് റിസൾട്ട് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ? അങ്ങനത്തെ ചില സ്പെസിമെൻസ് വരുമ്പോൾ നമുക്കറിയാം 3-4 മണിക്കൂറിന് ശേഷം അതിന്റെ റിസൾട്ട് കിട്ടും. ഇനി ഈ ഹോസ്പിറ്റലിന് തന്നെ ഏതെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ഒരു എന്താ പറയാ ടെസ്റ്റ് റിക്വസ്റ്റ് പോവുകയാണെങ്കിൽ അവരുടെ സ്പെസിമെൻ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വളരെ വേഗത്തിൽ ചിലപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യേണ്ട ചില കേസുകളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ വെറുതെ സ്പെസിമെൻ മേടിച്ചിട്ട് തോന്നിയ സമയത്ത് റിസൾട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാത്തിനും ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ കൊടുക്കണം. അപ്പൊ അതിനുള്ള ആ ഒരു നിശ്ചിത സമയവും ടേൺ അറൗണ്ട് ടൈംസ് ഒക്കെ അറിയിക്കാം. ശരിക്കും ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ പ്രോസസ് ആണ് കേട്ടോ. അതായത് ലാബിന്റെ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയം, അതിന്റെ അളവിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ റിസൾട്ട് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള ടൈം അല്ലെങ്കിൽ തീയതികളൊക്കെ ആരെ അറിയിക്കണം? അവിടുത്തെ ലാബ് ജീവനക്കാരെ അറിയിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ലാബിലേക്ക് വരുന്ന എല്ലാ സ്പെസിമെൻസിനെയും അതത് ജീവനക്കാരിലേക്ക് റിലീസ് ചെയ്യുകയും നിശ്ചിത സമയവും തീയതിയൊക്കെ അറിയിക്കുകയും ചെയ്യുക. അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ് കേട്ടോ. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്. എല്ലാവരും ലീവ് ചെയ്ത് പോവാണോ? ലീവ് ചെയ്ത് പോവല്ലേ? ക്ലാസ് കേൾക്കൂട്ടോ. ഇനി ഇൻ കേസ് ക്ലാസ് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ. ഇനി ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്. അതായത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും പരാതികളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക, അല്ലെ? കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും പിന്നെന്താണ് അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യുക. അതിനുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെയും പരാതികളെയും കൈകാര്യം ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനും ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. കേട്ടല്ലോ? അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. എന്ന് പറഞ്ഞാൽ ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും, തൊഴിലാളികൾക്കും അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ലാബ് മാനേജറുടേതാണ്. എന്താണ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ അല്ലെ, ലാബിലെ എംപ്ലോയീസിന് അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ലാബ് മാനേജറുടേതാണ്. നമ്മള് മുന്നത്തെ ഈ ചാപ്റ്ററിൽ തന്നെ മുന്നേ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് നമ്മൾ അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു. എന്തായിരുന്നു? അതായത് ഒരു ലാബിന്റെ നല്ലൊരു പ്രവർത്തനത്തിന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടത്ര റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവിടുത്തെ ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലബോറട്ടറി മാനേജ്മെന്റിന്റെ മെയിൻ ആളാണ് ആര്? ഈ ലാബ് മാനേജർ. അപ്പൊ അതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. അവിടുത്തെ എംപ്ലോയീസിന് അവർ ആവശ്യപ്പെടുന്ന ആ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. കാര്യം എന്താണ്? ഇത്രയും നല്ല സൗകര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിലൂടെ നല്ലൊരു സേവനം നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ദ ഓപ്പറേഷൻ. എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ദ ഓപ്പറേഷൻസ്. എന്താണ് അഡ്ഹിയറൻസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? ആർക്കെങ്കിലും അറിയാമോ? അഡ്ഹിയറൻസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? പാലിക്കൽ അല്ലെ? പാലിക്കുക കേട്ടോ. പാലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് പറയുന്നത്? എൻഷുവർ ദ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ദ ഓപ്പറേഷൻ. ലാബിന്റെ ഓപ്പറേഷൻസ് അഥവാ ലാബിന്റെ സേവനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നൽകുന്നതിലേക്ക് ഈ പറഞ്ഞ ഫെഡറൽ, സ്റ്റേറ്റ് റെഗുലേഷൻസ്, ഫെഡറൽ, സ്റ്റേറ്റ് നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് ആ ലാബ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ
ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ലാബിന്റെ ഓപ്പറേഷൻസ് അഥവാ സേവനങ്ങള് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അതും നമ്മൾ മുന്നേ സൂചിപ്പിച്ചു പോയൊരു പോയിന്റ് ആണ്. കാര്യം നമ്മൾ പറഞ്ഞില്ല, ചെറിയ ലാബ് ആണെങ്കിൽ കൂടിയും അവര് ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെ, നാഷണൽ റെഗുലേഷൻ നീഡ്സിന് അനുസരിച്ച് വേണം പ്രവർത്തിക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് വേണം ഒരു ചെറിയ ലാബ് വരെ വർക്ക് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ നല്ല സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ആ ലാബ് പാലിച്ചിരിക്കണം. ഫെഡറൽ സ്റ്റേറ്റ് സിസ്റ്റം, ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സംയുക്തമായ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ പറയും ഫെഡറൽ സിസ്റ്റം ആണെന്ന് പറയും അല്ലെ. എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, അതിന് താഴെയായിട്ട് ഒത്തിരി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട്. അവര് രണ്ടു കൂട്ടരും സംയുക്തമായിട്ട് പ്രവർത്തിച്ചിട്ടല്ലേ നമ്മുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഫെഡറൽ സിസ്റ്റം ആണെന്നാണ് പറയുക അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഫെഡറൽ റെഗുലേഷൻസ് ഉണ്ട്, കേന്ദ്ര റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് അതിന്റെ സ്റ്റേറ്റ് അല്ലെ, സംസ്ഥാന റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ലാബുകൾ പാലിച്ചാൽ മാത്രമാണ് അവർക്ക് ലൈസൻസ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സേവനം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളുടെ ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അടുത്തത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. അഷ്വർ കംപ്ലൈന്റ്സ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. എന്താണ്? അഷ്വർ കംപ്ലൈന്റ്സ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. എന്താണ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞ അഡ്ഹിയറൻസ് ഇല്ലേ, സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാലും പാലിക്കൽ എന്നാണ് അർത്ഥം, പാലിക്കൽ എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന പുതിയ വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്താ പറയാ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാര്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നില്ലേ. അപ്പം എന്തുണ്ടാവും? നമ്മളുടെ വൊക്കാബുലറി കൂട്ടണം അല്ലെ. ഒത്തിരി വൊക്കാബുലറി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറെ കൂടെ സൗകര്യം ഉണ്ടാവും അല്ലെ. കുറെ വേർഡ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന വാക്കുകളൊക്കെ സെയിം മീനിങ് തന്നെ പല വേർഡ്സ് വരുന്നുണ്ട് അല്ലെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ നോക്കി, അഷ്വർ ദ കംപ്ലൈന്റ്സ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. അതായത് ലബോറട്ടറിയിലെ എല്ലാവിധ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ്, അതായത് കോർപ്പറേറ്റ് നയ നടപടികളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ആര് ഉറപ്പുവരുത്തണം? ലാബ് മാനേജർ ഉറപ്പുവരുത്തണം. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ലാബിന്റെ കുറെ നയങ്ങളും നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി നയങ്ങളാണ് അല്ലെ, കമ്പനി നയങ്ങളാണ്. ഇപ്പൊ ലാബിന് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അവരുടേതായ പോളിസീസ് ഉണ്ടായിരിക്കും. അതിലെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും അവരുടേതായ പോളിസീസും പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ലബോറട്ടറിയെ കുറിച്ചാണ്. അതുകൊണ്ട് ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നയങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. എന്ന് പറഞ്ഞാൽ അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ്, enlarge the lab's research portfolio by helping to develop new research projects and proposals. എന്താണ് പറയുന്നത്? enlarge the lab's research portfolio by helping to develop new research projects and proposals. അതായത് പുതിയ പ്രോജക്റ്റുകളിലൂടെയും അല്ലെങ്കിൽ പുതിയ പദ്ധതികളെല്ലാം വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ആ ഒരു ലബോറട്ടറിയുടെ ഗവേഷണ പോർട്ട്ഫോളിയോനെ വലുതാക്കുക. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് എന്താണ്? പുതിയ പുതിയ പ്രോജക്റ്റുകളും പുതിയ പദ്ധതികളൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ആ ഒരു ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോനെ കുറെ കൂടെ എന്താക്കുക? വലുതാക്കുക. നമുക്കറിയാം ഈ റിസർച്ച് പോർട്ട്ഫോളിയോ അല്ലെ. എന്താണ് റിസർച്ച് പോർട്ട്ഫോളിയോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന വേർഡിന് പല മീനിങ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? പേപ്പർ വർക്കാണ്. ഈ പേപ്പർ വർക്ക് ആവാം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും റിസർച്ച് ചെയ്യാന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഗവേഷണങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് കണ്ടെത്തുന്ന ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ, പുതിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ കുറിപ്പുകളാക്കിയിട്ട് എഴുതി വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിത്രങ്ങളായിട്ട് ശേഖരിച്ചു വെക്കും. ചിത്രങ്ങളോ ഫോട്ടോസോ ഈ പറഞ്ഞ പേപ്പർ വർക്കൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ എന്താണ്? റിസർച്ച് പോർട്ട്ഫോളിയോ ആണ് അല്ലെ, അതായത് ഗവേഷണ പോർട്ട്ഫോളിയോ ആണ്. ഒരു ലാബ്
ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ഒരു ലാബ് യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഗവേഷണങ്ങൾ ചെയ്യാന്ന് വിചാരിക്കും. യുണീക്ക് ആയിട്ട് എല്ലാവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ഗവേഷണമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഒരു പേപ്പർ വർക്കായിട്ട് വേണമെങ്കിൽ അവർക്ക് പ്രസന്റ് ചെയ്യാം അല്ലെ. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ലാബിന്റെ കഴിവ്, ആ ഒരു ലാബിന്റെ പെർഫോമൻസ് കുറെ കൂടെ മികവുറ്റതാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പുതിയ പദ്ധതികൾ അതെല്ലാം വികസിപ്പിക്കാൻ സഹായിക്കുക. അങ്ങനെ സഹായിക്കുന്നതിലൂടെ ആ ഒരു ലാബിന്റെ ഗവേഷണ പോർട്ട്ഫോളിയോനെ കുറെ കൂടെ എന്താക്കി മാറ്റാൻ പറ്റും, വലുതാക്കി മാറ്റാൻ പറ്റും അല്ലെ. അപ്പൊ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. കാര്യം എന്താണ്, ആ ലാബിനെ വൺ ഓഫ് ദ ബെസ്റ്റ് ലാബ് ആക്കിയിട്ട് മുന്നോട്ട് കാണിക്കണം അല്ലെ, മുന്നോട്ട് കൊണ്ടുവരണം. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ റിസർച്ച് പോർട്ട്ഫോളിയോയും പുതിയ പ്രോജക്റ്റും പുതിയ പദ്ധതികളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്, കുറെ കൂടി യുണീക്ക് ആയിട്ട് നല്ല നല്ല ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ആ ലാബിന്റെ പ്രവർത്തനങ്ങൾ വരും അല്ലെ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയാ, ക്ലിയർ ആയില്ലേ? ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ്, സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ്. Set up and keep all laboratory records in accordance with the specification. Set up and keep all laboratory records in accordance with the specification. അതായത് ഓരോ സ്പെസിഫിക്കേഷനും അനുസൃതമായിക്കൊണ്ട് തന്നെ എല്ലാവിധ ലബോറട്ടറി റെക്കോർഡുകളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. പിന്നെ എന്താണ്, സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, സജ്ജമാക്കുക അല്ലെ. ഓരോ സ്പെസിഫിക്കേഷനും അനുസൃതമായിക്കൊണ്ട് എല്ലാ ലബോറട്ടറി റെക്കോർഡുകളെയും സൂക്ഷിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളത് ലബോറട്ടറി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ, ലബോറട്ടറി റിപ്പോർട്ട്സിനകത്ത് ഉൾപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 16ഓളം പോയിന്റ്സ് നമ്മൾ അതിനകത്ത് പറഞ്ഞു അല്ലെ. അവിടെ എന്താണ്, ഓരോ കാര്യത്തിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള കുറെ റിപ്പോർട്ടുകളാണ് അതിനകത്തുള്ളത്. അതിന്റെ എല്ലാത്തിന്റെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്, ലബോറട്ടറി റെക്കോർഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് റിക്വസ്റ്റ് ഫോം വരുന്നുണ്ട്, സപ്ലൈ റെക്കോർഡ്സ് വരുന്നുണ്ട്, ഇൻസിഡന്റ് ഫോംസ് വരുന്നുണ്ട്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഓരോരോ സ്പെസിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും ഇൻസിഡന്റ് ആ ലാബിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇൻസിഡന്റ് ബുക്ക് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കറക്റ്റീവ് ആക്ഷൻ ആണ് നമ്മൾ എടുത്തത് അത് സ്പെസിഫൈ ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് വേറൊരു റിപ്പോർട്ട് ഉണ്ട്. അതുപോലെ നിരവധി ഉണ്ട്, നമ്മൾ കണ്ടതാണ്. സപ്ലൈ റെക്കോർഡ്സ് ഉണ്ട്, പിന്നെന്താണ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഉണ്ട് ഇല്ലേ. അതെല്ലാം എന്താണ്, ലബോറട്ടറി റെക്കോർഡ്സ്. അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷനും അനുസൃതമായിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ ലബോറട്ടറി റെക്കോർഡ്സിനെയും കൃത്യമായിട്ട് സൂക്ഷിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിലൊക്കെ നിങ്ങൾ പോയിട്ടില്ലേ, ലൈബ്രറിയിനകത്ത് എങ്ങനെയാ ബുക്സ് എങ്ങനെയാ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അല്ലെ, അവർ സ്പെസിഫൈ ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ നോവലുകൾ ഒരു സൈഡ്, അല്ലെങ്കിൽ കവിതകൾ ഒരു സൈഡ്, കഥകൾ ഒരു സൈഡ്, അങ്ങനെ ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, നമുക്ക് പിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് അല്ലെ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അവസ്ഥ. അതുപോലെ തന്നെ ആയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, അതൊന്നും മനസ്സിന് മാറ്റിയിട്ട് ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പൊ അത്തരത്തില് ഈ പറഞ്ഞ ലാബിനകത്ത് എല്ലാ റെക്കോർഡ്സുകളും എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അതായത് സ്പെസിഫിക് ആയിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ സൂക്ഷിക്കുകയും സജ്ജമാക്കിയൊക്കെ വെക്കണം. അത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, മേക്ക് ഷുവർ ദാറ്റ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കുട്ടികളെ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഉറങ്ങിയൊന്നും പോകരുത് കേട്ടോ, ഉറങ്ങി പോകലേ. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ, അതാണ്. ക്ലാസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു, കറക്റ്റ് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഉറങ്ങുവാണോ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നോക്കി സജസ്റ്റ്. ഷിഫയ്ക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ട് അല്ലെ, എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഡ്രൈ അല്ലേ, അപ്പൊ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. സാരല്ല, എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്തു, ഇപ്പൊ പഠിച്ചേ മതിയോ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. എന്താണ്, അല്ലെങ്കിൽ പഠിക്കാന്ന് പറയുന്നത് കുറച്ച് ബോറ് പരിപാടി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യണം, പഠിക്കാണ്ട് പറ്റില്ലല്ലോ. സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ്. പോയിന്റ് വിട്ടുപോയി, നെക്സ്റ്റ് പോയിന്റ് മാറിപ്പോയി തന്നെ. നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെഷൻസ്. എന്താണ്,
make sure that supplies are available as needed for lab sessions. അതായത് ഓരോരോ ലാബ് സെഷൻസിനും ഓരോരോ ലാബ് വിഭാഗത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികള് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലാബ് മാനേജറാണ്. കേട്ടല്ലോ? അതായത് ഓരോ ലാബ് വിഭാഗങ്ങൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികള് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ലാബിന്റെ കുറെ ഡിവിഷൻസ് നമ്മൾ പഠിച്ചത് അല്ലെ? ഫങ്ഷണൽ ഡിവിഷൻസ് നമ്മൾ പഠിച്ചിരുന്നില്ലേ? അത് തന്നെയാണ് ഈ ലാബ് സെഷൻസ് എന്ന് പറയുന്നത്. ഓരോ ലാബ് വിഭാഗങ്ങൾ പഠിച്ചില്ലേ നമ്മള്? യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്, പിന്നെ എന്താണ് ക്ലിനിക്കൽ പാത്തോളജി, ലബോറട്ടറി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്നൊക്കെ തുടക്കം വരെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതൊക്കെ എന്താണ്? അതിനകത്ത് ഒത്തിരി പല വിധത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ ക്ലിനിക്കൽ പാത്തോളജി, ലബോറട്ടറി എന്ന് പറഞ്ഞൊരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ എന്താ പറയുക ഹെമറ്റോളജി, സൈറ്റോളജി, ഹിസ്റ്റോളജി അങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരോ ടെസ്റ്റുകൾക്കും ആവശ്യമായത് പലതരത്തിലുള്ള സാധന സാമഗ്രികളായിരിക്കും അല്ലെ? ഒരു ഹെമറ്റോളജി ടെസ്റ്റിന് വേണ്ട സാധന സാമഗ്രികൾ ആവില്ല ഒരു സൈറ്റോളജി ടെസ്റ്റിന് വേണ്ടത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഓരോ ലാബ് വിഭാഗത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും അല്ലെ? അപ്പൊ ഓരോ ലാബ് വിഭാഗത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ കൃത്യമായിട്ട് ലഭ്യമാണോ അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. കേട്ടല്ലോ? അടുത്തത് സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ്, ഒന്നുകൂടെ വായിക്കാം. സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഈ പറഞ്ഞ ലാബിനകത്ത് എല്ലാവിധ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സും, അതായത് പരിശോധനാ നടപടികള്, പിന്നെ അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം, പിന്നെ പുതിയ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനുള്ള ആവശ്യകതകള്, പുതിയ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതകള്, ഇതെല്ലാം തന്നെ എൻഹാൻസ് ചെയ്യാനായിട്ട് വെച്ചാൽ എന്താണ്? ഉയർത്താനായിട്ട് അല്ലെ? ഉയർത്താനായിട്ട് വേണ്ട നടപടികൾ, മെഷേഴ്സ്, നടപടികൾ സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. അതാരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലാബിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ നല്ല നല്ല പ്രൊസീജിയേഴ്സ്, നല്ല നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിലോ കുറെ കൂടെ നല്ല വിപുലമായ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? അത്ര കണ്ട് ആ ലാബിന്റെ പ്രവർത്തനം മികച്ചതാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയുള്ള എല്ലാ പരിശോധനാ നടപടികളും, അതുപോലെ ഓരോ എക്യുപ്മെന്റ്സിന്റെ യൂസും ഉപയോഗവും, പിന്നെ പുതിയ എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതകൾ നമ്മൾ എപ്പോഴും പഴയതിൽ പിടിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പുതിയതെന്ന് വരുമ്പോ അതിനനുസരിച്ച് പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം, കുറെ കൂടെ അഡ്വാൻസ് ആയി മുന്നോട്ട് പോകണം അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തില് എൻഹാൻസ് ചെയ്യാനുള്ള എല്ലാ നടപടികളും സജസ്റ്റ് ചെയ്യേണ്ടത്, നിർദ്ദേശിക്കേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. കേട്ടല്ലോ? ഓക്കെ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നോക്കിയേ. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതോടെ വായിക്കാം. മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളിലുമുള്ള എല്ലാവിധ വരവുകള്, ചെലവുകള് അല്ലെ? റവന്യൂ, വരുമാനം അല്ലെ? വരവ്, അതുപോലെ തന്നെ എക്സ്പെൻസ്, ചെലവുകള് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. മോണിറ്റർ ചെയ്യുന്ന വെച്ചാൽ എന്താണ്? നിരീക്ഷിക്കുക, അതുപോലെ തന്നെ അനലൈസ് ചെയ്യാം, വിശകലനം ചെയ്യുക, ആൻഡ് ജസ്റ്റിഫൈ. ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കേണ്ടത് ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? അതായത് ഓരോ വിഭാഗങ്ങൾക്കും ഉള്ളിലുള്ള എല്ലാ വരവ് ചെലവ് കണക്കുകളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ന്യായീകരിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഏകദേശം ഒരു 20 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മളിപ്പോ പറഞ്ഞത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണ് ഷിഫ പറയേണ്ടത്? ലാസ്റ്റത്തെ പോയിന്റ് ആണോ മോള് പറഞ്ഞത് കൂടെ പറയാനായിട്ട്? ലാസ്റ്റ് പോയിന്റ് ആണോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഓരോ വിഭാഗങ്ങൾക്കും ഉള്ളിലുള്ള വരവ് ചെലവുകൾ നമ്മളിന്റെ ലാബ് സെഷൻസ് പറഞ്ഞില്ലേ? ലാബിന്റെ കുറെ ഡിവിഷൻസ് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്തുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഡിവിഷൻസിന് അകത്ത് വരുന്ന എല്ലാ വരവ് ചെലവ് കണക്കുകളെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യുക. ഇതെല്ലാം തന്നെ ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഷിഫയ്ക്ക് ക്ലിയർ ആയോ? ഷിഫയ്ക്ക് മനസ്സിലായോ?
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ 20 പോയിന്റ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു ലാബിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഫാത്തിമ, ഇതൊക്കെ എക്സാമിന് വരുമോ? എക്സാമിന് വരും, അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. എക്സാമിന് വരും കേട്ടോ. ഏറ്റവും ഷോർട്ട് നോട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഒത്തിരി ഡെപ്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഡെപ്തിനായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു ഔട്ട്ലൈൻ ആണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഇനി കുറയ്ക്കാനൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എക്സാമിന് വരും. എന്തായാലും എക്സാമിന് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് ഇങ്ങനെ കാണാപ്പാട് ഉരുവിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക അല്ലെ, എന്നതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഒരു ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ ഇതിനെ സമീപിക്കണം പഠനത്തിന് കേട്ടോ. ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ പഠിക്കുന്നത്. പഠിക്കണ്ടേ എന്ന് കരുതിയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തലയിലൊന്നും കയറില്ല. ഇതൊക്കെ എനിക്ക് അറിയണം, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ, എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് 4 ആൾക്കാരോട് എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു സെൽഫ് മോട്ടിവേഷൻ നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവണം. എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, ഏത് വിഷയവും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതൊന്നും ഒരു ബർഡൻ ആവില്ല പിന്നെ. അപ്പോ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് ഇതായിരുന്നു, ലാബിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ലാബിനെ പല ഡിവിഷൻസ് ആക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 5 ഡിവിഷൻസ് കണ്ടു. ഹൈറാർക്കി കണ്ടു, അധികാര ശ്രേണി കണ്ടു. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഒരു നല്ല ലാബിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിച്ചില്ലേ. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. ലാബിനകത്ത് എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ കുറെ തിയററ്റിക്കൽ സൈഡ് പഠിച്ചിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ വശം അവിടെ കണ്ടു അല്ലെ. ലാബിനകത്ത് സാധാരണ ചെയ്യുന്ന കുറച്ച് പോളിസി പ്രൊസീജിയർ, നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ കണ്ടു. അതിനകത്ത് 4ാമത്തെ പ്രൊസീജിയറായ ലബോറട്ടറി റെക്കോർഡ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കി. സേഫ്റ്റി മെഷേഴ്സ് വിത്ത് പിക്ചർ അടക്കം നിങ്ങൾ പഠിച്ചു അല്ലെ. സയൻസ് സിൻഡർസ് ഒക്കെ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ലാബ് മാനേജർ. എല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്, ആരാണത്? ലാബ് മാനേജർ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനൊരു പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഏതാണ് ആ ചാപ്റ്റർ എന്ന് അറിയാമോ? അല്ല മോളെ, അല്ല കേട്ടോ കൃഷ്ണ. ഞാൻ അതിനൊരു സോറി പറയാണ്, നിങ്ങളോട് മുന്നേ തന്നെ പറയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡയറക്ടറി സർവീസ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ നമുക്ക് പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അത് പ്രകാരം പ്രത്യേക മൊഡ്യൂൾസും ചാപ്റ്റേഴ്സും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എടുക്കാനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നില്ല. അതേപോലെ ഞങ്ങൾക്കും കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അതിനനുസരിച്ച് എടുക്കാനായിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ഞാനിപ്പോ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ടറി പറഞ്ഞു കേട്ടോ. അപ്പൊ സോറി. അപ്പോ ഇങ്ങനൊരു നിർദ്ദേശം നമുക്ക് വന്നത് കൊണ്ടാണ് കേട്ടോ. ഇങ്ങനൊരു പെട്ടെന്നൊരു തീരുമാനം വന്നത് കൊണ്ടാണ് ഞാൻ മാറ്റിയിട്ട്. അപ്പൊ ചാപ്റ്റർ നമ്പർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചാണ് ആ ഒരു 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. മൊഡ്യൂൾ 1 5th ചാപ്റ്റർ ആണ്. അതിനകത്ത് 3rd ചാപ്റ്റർ ഞാൻ എടുത്തിരുന്നു കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. ഇനി അടുത്ത 5ാമത്തെ ചാപ്റ്റർ ആയ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ആണ് ഞാൻ ഇനി തുടർന്ന് പോകുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. മാം എടുക്കുന്ന ചാപ്റ്റേഴ്സ് അത് ഒന്ന് നോക്കിയിട്ട് വേണം എനിക്കില്ല പറയാനായിട്ട്. കാര്യം ഇപ്പൊ 3 മിസ്സുമാര് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഷെയർ ചെയ്തതിനനുസരിച്ച് എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ടോപ്പിക്സ്. എന്നിട്ട് വേണം എനിക്ക് പറയാനായിട്ട്. പെട്ടെന്ന് എനിക്ക് ഓടിച്ച് പറയാനായിട്ട് പറ്റില്ല, നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങളുടെ എക്സാമിനെ സംബന്ധിക്കുന്ന കുറെ ഇപ്പൊ പറഞ്ഞല്ലോ പുതിയ സർക്കുലർ ഇറങ്ങിയതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് സാറ് പ്രത്യേകമായിട്ട് ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഇട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിക്കോളും. അതങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇടും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് തുടങ്ങി വെക്കുന്നുള്ളൂ.
നോക്കിക്കേ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. എന്താണ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഈ ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടിരുന്നോ? നോക്കിക്കേ, ഈ ഒരു ഫസ്റ്റ് പേജ് നിങ്ങൾ കണ്ടോ? ഈ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ചാപ്റ്ററിൽ, ഈ ഒരു വലിയൊരു ചാപ്റ്ററിനകത്ത് ഒരു ഇൻഡെക്സ് പോലെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു ഔട്ട്ലൈൻ, അതാണ് ഈ ഒരു ടാബുലാർ കോളത്തിനകത്തേക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. കാര്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ കുറെ കൂടെ ഒരു ഐഡിയ നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്റർ വലുതാണെന്ന് ഇരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്താൽ അതൊക്കെ ആലോചിച്ച് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റും ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പൊ നോക്കിക്കേ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 മെയിൻ ഡിവിഷൻസ് ഉണ്ട്. 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് തേർഡ് വൺ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതല്ലോ. ഇനി ഇതിന് ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മൾ 3 മെയിൻ ഡിവിഷൻസ് ആക്കി അല്ലെ. ഇതിനകത്ത് ഓരോരോ മെയിൻ ഡിവിഷനെ വീണ്ടും വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഡിവിഷൻസിനെ എന്താണ് പലതായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റാ പറഞ്ഞ? മെയിൻ ഡിവിഷൻ ഏതാ പറഞ്ഞത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ 2ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്രയായിട്ടാണ്? 2ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് OPD ആൻഡ് IPD. ഓക്കെ ദീഷ്ണ, കറക്റ്റ് ആണ്. OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. IPD എന്താണ്? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. കിടപ്പ് രോഗി. പേഷ്യന്റ് എന്താ? കിടപ്പ് രോഗികൾ അല്ലെ. കിടപ്പ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഒരു OPD ഇല്ലേ, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് മീൻസ് ഒരുപാട് പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാം കേട്ട് പരിചയമുള്ള, ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ OPD ഒത്തിരി വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്തേക്ക് കടക്കുമ്പോൾ വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഏതാണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ എത്രയായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4ആയിട്ടാണ് കേട്ടോ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എത്രയായിട്ടാണ്? 4ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക്, പിന്നെ രണ്ടാമത്തത് ജനറൽ, മൂന്നാമത്തത് ഡയഗ്നോസ്റ്റിക്സ്, ആൻഡ് ഫോർത്ത് വൺ എന്താണ്? ഇൻഫോർമേറ്റീവ്. മനസ്സിലായോ? എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു. തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇനി നോക്കിയേ, അതിനകത്ത് വീണ്ടും സബ് ഡിവിഷൻ ചെയ്തേക്കാണ്. തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഫസ്റ്റ് സബ് ഡിവിഷനിൽ വരുന്ന ആളുകൾ ആരൊക്കെയാ നോക്കിയേ? ഒന്ന് ഫാർമസി, സെക്കൻഡ് ഫിസിയോതെറാപ്പി, പിന്നെന്താണ്? ഡയറ്ററ്റിക്സ്. എന്താണ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാല്? ഭക്ഷണക്രമമാണ് കേട്ടോ. എന്താണ്? ഭക്ഷണക്രമം. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം ശമിപ്പിക്കുന്ന സേവനങ്ങളാണ് അല്ലെ. രോഗം ശമിപ്പിക്കുന്ന സേവനങ്ങളിൽ എന്തൊക്കെ വരും? ഫാർമസി വരും അല്ലെ. നമുക്ക് മരുന്ന് എന്താണ് ഫാത്തിമ? ചികിത്സാപരമായ, അത് തന്നെ ചികിത്സാപരമായ എന്താണ്? ഫാർമസി വരും, ഫിസിയോതെറാപ്പി വരും, ഡയറ്ററ്റിക്സ് വരും. ഡയറ്ററ്റിക്സ് എന്താണ്? ഭക്ഷണക്രമമാണ്. നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട് അല്ലെ. അത് ആരോഗ്യം നിലനിർത്തുന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ കാലത്ത് ആരോഗ്യം എന്താണ് നശിപ്പിക്കുന്ന കാര്യത്തിലും ഒരു ഡയറ്റ് ഈ പറഞ്ഞോളം ശരിയായ രീതിയിലല്ല നമ്മുടെ ഭക്ഷണക്രമം ആണെങ്കിൽ നമുക്ക് എന്തൊരു അസുഖങ്ങൾ വരും അല്ലെ. അപ്പൊ ഡയറ്ററ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭക്ഷണം കുറയുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ നോക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പല അസുഖങ്ങളെ ശമിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതിനകത്ത് വരുന്നതാണ് തെറാപ്യൂട്ടിക്കിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ് കേട്ടോ. ഡയറ്ററ്റിക്സ് മീൻസ് ഭക്ഷണക്രമം. ഇനി അടുത്ത സബ് ഡിവിഷൻ നമ്മൾ പറഞ്ഞ ജനറൽ ആണ് പറഞ്ഞത് അല്ലെ. ജനറലിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നോക്കിയേ. ഫസ്റ്റ് വൺ CSST. എന്താണ് CSST എന്ന് പറഞ്ഞാൽ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSST എന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ കേന്ദ്ര അണുവിമുക്ത വകുപ്പ് എന്നൊക്കെ പറയും. അണുവിമുക്ത വിതരണ വകുപ്പ് എന്നാണ് പറയുക. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന സേവനങ്ങളെയാണ് CSST എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സുകളെയും എക്യുപ്മെന്റ്സിനെയൊക്കെ വളരെ നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും സ്റ്റെറിലൈസ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന അത്തരം സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ, CSST. അതൊക്കെ അണുവിമുക്തമാക്കുന്നതിലൂടെ മൊത്തത്തിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയറും അണുവിമുക്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ട സേവനങ്ങൾ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST. ഇത് CSST ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പ്രത്യേക ചാപ്റ്റർ ആയിട്ട് തന്നെ പറയും. എന്താ പറയുന്നത് കേട്ടോ. എന്താണ് അതിന്റെ സ്പെല്ലിങ്ങോ? സെൻട്രൽ സ്റ്റീറൈൽ. സെൻട്രൽ എന്താണ്? CENTRAL, സെൻട്രൽ. എന്താണ് സെൻട്രൽ കേട്ടോ, CENTRAL, സെൻട്രൽ സ്റ്റീറൈൽ. സ്റ്റീറൈൽ എന്താണ്? STERILE, സ്റ്റീറൈൽ. സരിത, സരിത ഷാരി കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. സരിത എഴുതിയതൊന്ന് നോക്കിയാൽ മതി. സപ്ലൈ, SUPPLY, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതെന്താണ് ഒന്നുകൂടെ പറയുന്ന വെച്ചാൽ വേറൊന്നുമില്ല, അത് സ്പെഷ്യൽ ചാപ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. CSST എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കാനായിട്ട് സഹായിക്കുന്ന സേവനങ്ങളാണ് കേട്ടോ. അതാണ് അവരുടെ ലക്ഷ്യം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ CSST. സ്പെഷ്യൽ കോഴ്സ് ഒക്കെ ഉണ്ട്. CSST എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ കോഴ്സ് തന്നെയുണ്ട് പഠിക്കുന്ന, അതിലൂടെയൊക്കെ അങ്ങനെ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് അതിനകത്ത് നമ്മൾ ജനറൽ അല്ലേ പറഞ്ഞത്. അപ്പൊ ജനറലിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ CSST, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഹൗസ് കീപ്പിംഗ് അല്ലെ, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി. ലോണ്ടറി എന്നാ ഈ അലക്കുന്ന കാര്യങ്ങളൊക്കെ, അലക്കുന്ന സേവനങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻസ്, അങ്ങനത്തെ ഒക്കെ അലക്കുന്ന അത്തരത്തിലുള്ള സേവനങ്ങളാണ് ലോണ്ടറി കേട്ടോ. പിന്നെ സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി. ഓക്കെ, ഇതൊക്കെ വരുന്ന ജനറലിനകത്ത് CSST, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, രോഗനിർണയം. അതെന്തൊക്കെയായിരിക്കും? ലബോറട്ടറി, റേഡിയോളജി അല്ലെ, ലാബിലൂടെ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് രോഗനിർണയം നടത്താൻ പറ്റും. പിന്നെ എങ്ങനെയാ? റേഡിയോളജി അല്ലെ, ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതല്ലേ. ലബോറട്ടറിയും റേഡിയോളജിയും ഇതിനകത്താ വരുന്നത്, ഡയഗ്നോസ്റ്റിക്സിനകത്ത് വരും. നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ എന്താണ്? ഇൻഫർമേറ്റീവ്. ഇൻഫർമേറ്റീവില് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ്? മെഡിക്കൽ റിസോഴ്സസും അതുപോലെ തന്നെ IT, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ. അപ്പൊ ഇൻഫർമേറ്റീവില് വരുന്നതാണ് മെഡിക്കൽ റിസോഴ്സസും IT-യും ഉണ്ടാവും. ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് IT-യുടെ ഫുൾ ഫോം. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് മൂന്നെണ്ണാണ് വരുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സോറി കേട്ടോ, കോള് വന്നിട്ടുണ്ടാണ്. അപ്പൊ നോക്കിക്കേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? 3 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണത്? അഡ്മിനിസ്ട്രേറ്റീവ്, അതുപോലെ ഫിനാൻസ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. പിന്നെന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്തേക്ക് കടക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പ്രധാനമായിട്ടും 3 മെയിൻ ഡിവിഷൻസ് ആക്കി തിരിച്ചു. ഏതൊക്കെയാണത്? ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ എന്താണ്? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഡിവിഷനെ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു. ഇതൊക്കെയാണ് OPD ഉണ്ട്, IPD ഉണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്ലിയർ ആയതുകൊണ്ട് അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. OPDക്ക് അകത്തൊക്കെ ഒത്തിരി വരുന്നുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ അടുത്തത് ഏതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മെയിൻ ഡിവിഷൻ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിന് നമ്മൾ 4 ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തത്. ഇതൊക്കെയാണ് തെറാപ്യൂട്ടിക്,
ജനറൽ, പിന്നെന്താണ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേറ്റീവ് അല്ലെ. അതിനകത്ത് തെറാപ്യൂട്ടിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. പിന്നെ ജനറലിനകത്ത് വരുന്നതാണ് CSST, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ്, മോർച്ചറി. ഡയഗ്നോസ്റ്റിക്സിനകത്ത് വരുന്നതാണ് ലബോറട്ടറി, റേഡിയോളജി. ഇൻഫർമേറ്റീവ് വരുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ റിസോഴ്സസും IT ആണ് വരുന്നത് അല്ലെ. പിന്നെ മൂന്നാമത്തെ മെയിൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് വരുന്ന 3 സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, HR കേട്ടോ. ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മള് ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ലബോറട്ടറി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നു. കേൾക്കാത്തവരൊന്ന് കേട്ടു പോവാ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറയാണ്. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്താന്നാ പറഞ്ഞത്? ഈ പറഞ്ഞ ലബോറട്ടറിയുടെ ഗുണനിലവാര മാനേജ്മെന്റ് പ്രോഗ്രാമുകളെ രൂപരേഖ തയ്യാറാക്കലും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക, മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ ആശുപത്രിയിലെ നഴ്സിംഗ് മറ്റു ജീവനക്കാരുമായിട്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം ബന്ധപ്പെടുക. പിന്നെന്താണ്? ആ ഒരു ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നയ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ പിന്നെന്തായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ ലാബിനകത്ത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെ, ജീവനക്കാരുടെ പെർഫോമൻസിനെ കൃത്യമായിട്ട് വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുക, ട്രെൻഡ് ചെയ്യുക. അതും ലാബ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്? ഡിസ്ചാർജ് ദ അഡീഷണൽ ഡ്യൂട്ടീസ് അല്ലെ. എന്താണ് അവിടെ പറഞ്ഞത്? ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധിക ചുമതലകൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ഉപഭോക്താക്കളെ ഉൾപ്പെടുന്ന തരത്തില് ഉപഭോക്തൃ സേവനത്തിന് വിപുലമാക്കുക. പിന്നെന്താണ്? ഈ പറഞ്ഞ എല്ലാ ലബോറട്ടറി ഡാറ്റയിലും കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുക. പിന്നെ കൃത്യമായ ഒരു പരിശോധനാ ഫലം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലബോറട്ടറി ജീവനക്കാർക്ക് അവിടെ വരുന്ന സാമ്പിളുകൾ റിലീസ് ചെയ്യുകയും അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട കൃത്യമായ തീയതികളും ടേൺ അറൗണ്ട് ടൈംസുകളൊക്കെ അറിയിക്കുക. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളോ പരാതികളോ വന്നു കഴിഞ്ഞാൽ അതിന് കൈകാര്യം ചെയ്യാനും അതിന് പരിഹാരം കാണാനുമുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ ലാബിലെ ജീവനക്കാര് അവരാവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലാബിന്റെ സേവനങ്ങൾ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസും നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ലാബിലെ എല്ലാ നയനടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ ടൈം ചെയ്തിട്ട്. കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷ് ആയിട്ടാണുള്ളത്, എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു. പിന്നെന്താണ്? അത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ലാബിന്റെ പുതിയ പ്രോജക്റ്റുകളുടെയും പദ്ധതികളിലൂടെയും ഒക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ ആ ഒരു ലബോറട്ടറിയുടെ റിസർച്ച് പോർട്ട്ഫോളിയോനെ HR അല്ലെ. HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മള് അത് കണ്ടു. പിന്നെന്താണ്? ഓരോ സ്പെസിഫിക്കേഷനും അനുസൃതമായിക്കൊണ്ട് എല്ലാ ലബോറട്ടറി റെക്കോർഡ്സുകളെയും സൂക്ഷിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യുക. ഓരോ ലാബ് വിഭാഗങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം, പുതിയ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതകള്, ലാബ് പ്രൊസീജിയേഴ്സ് ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് അതിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നിർദ്ദേശിക്കുക. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉള്ളിലുള്ള വരവ് ചെലവ് കണക്കുകൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും വേണ്ട ന്യായീകരണങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന് പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫൈനൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, OPD, IPD, സപ്പോർട്ടീവ് നമ്മൾ കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എടുക്കുമ്പോൾ ഒരു സ്വല്പം നമ്മൾ വേഗത്തിൽ പോകട്ടെ, ഒരുപാട് വേഗത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ വേഗത്തിൽ നമ്മൾ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ തീർക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് കിടക്കല്ലേ, അപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകണ്ടേ. ഇപ്പൊ കുറച്ചും കൂടി നിങ്ങൾ പഴയതിനേക്കാളും ആ ഒരു ട്രാക്കിനകത്തേക്ക് വന്നിട്ടില്ലോ. അപ്പൊ നമ്മള് കുറച്ചും കൂടി സ്പീഡ് കൂട്ടും. എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിൽ പറയുന്നു കേട്ടോ. അതുമായിട്ട് നിങ്ങൾ സഹകരിച്ച് പോകണമെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരില്ല കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ചോദിച്ചോളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
എന്താണ് നസീഫ മാം, എക്സാം എപ്പോ ഉണ്ടാവും അല്ലെ? നമ്മുടെ എക്സാമിന്റെ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എക്സാമിന്റെ ഈ പറഞ്ഞ പേപ്പറിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പുതിയൊരു സർക്കുലേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തന്നെ, ഒരു റെക്കോർഡഡ് സെഷൻ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടു തരും കേട്ടോ. സാറിന്റെ ഒരു ക്ലാസ് ആയിരിക്കും, അത് കേൾക്കണം കേട്ടോ. അതിനകത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞ എക്സാമിനെ കുറിച്ചും പേപ്പറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ, എക്സാമിനെ കുറിച്ച്. അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടല്ലോ. അത്രയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ആർക്കുമില്ല, എല്ലാവരും പോയി തോന്നുന്നു കേട്ടോ. കുറെ പേരൊക്കെ ലീവ് ചെയ്ത് പോയി. ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല എന്നാണോ മിസ്സിന് ഉദ്ദേശിച്ചത്? അതോ ഡൗട്ട്സ് ഇല്ലെന്നായിരിക്കും അല്ലെ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ വല്ലതും ചോദിക്കാനുണ്ടോ? മീൻസ് നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, 1.5 മണിക്കൂറിന്റെ ക്ലാസ്സിൽ ഒരു 1/2 മണിക്കൂർ കൂടി, അത്രയല്ലേ ഉള്ളൂ. ചിലപ്പോ നമുക്ക് ക്ലാസ് തന്നെ എടുക്കുമ്പോൾ പറഞ്ഞോളം അധികം സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. മൺഡേ ക്ലാസ് ഉണ്ട് കേട്ടോ. ആദ്യം മൺഡേ ക്ലാസ് ഉണ്ടാകും. ഉണ്ടാകുന്നതാണ്, ഉണ്ടാകും. എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വരും കേട്ടോ. എന്താണ് ഷിബില, എക്സാമിന്റെ ക്വസ്റ്റ്യൻ മീനിങ് അറിയണില്ല ചിലതിൻ്റെത് അല്ലെ? എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യന്റെ മീനിങ് ആണോ അറിയാത്തത്? ക്വസ്റ്റ്യന്റെ മീനിങ് അറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ആണോ? ഓക്കെ. നമ്മള് കുറച്ച് എന്താണ് പ്രശ്നം വരുന്നത്? ഭയങ്കര ലാംഗ്വേജ് സിമ്പിൾ അല്ലേ? സിമ്പിൾ ലാംഗ്വേജിലല്ലേ മോക്ക് ടെസ്റ്റ് വരുന്നത്? ഭയങ്കര കടുകട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് എടുക്കാത്ത ഏതോ ഒരു പോയിന്റ് ചോദിച്ച പോലെ തോന്നി. ഏതാണെന്ന് ഓർമ്മയില്ല നസീഫയ്ക്ക്? ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയോ? ഏതോ ഒരു ഫുൾ ഫോം അല്ല, ഏതോ ഒന്ന് ഉൾപ്പെടാത്തത് ചോദിച്ചതാണ്. ലബോറട്ടറി റെക്കോർഡ്സിൽ ഓഡ് വൺ എടുക്കാൻ പറഞ്ഞത്. ആണോ? നോക്കട്ടെ. ഒന്ന് മനസ്സിലായിട്ട. ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻസ്? ഓട് വൺ അല്ലേ? മനസ്സിലായി. ഒറ്റയാനം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഓട് വൺ അല്ലെ? അതിനായിട്ട് എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? ഓട് വൺ ഔട്ട് ലബോറട്ടറി രജിസ്ട്രേഴ്സ്. എ ഓപ്ഷൻ ലബോറട്ടറി രജിസ്ട്രേഴ്സ് ആയിരുന്നു. ബി ഓപ്ഷൻ QC റെക്കോർഡ്, ക്വാളിറ്റി കൺട്രോള്. പിന്നെ എന്തായിരുന്നു? സി ഓപ്ഷൻ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്. ആൻഡ് ഡി ഓപ്ഷൻ വന്നിരുന്നത് പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട്. അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്? ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്ന ഒരു 16 പോയിന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ? അതിനകത്ത് വരാത്തത്, അതിനകത്ത് വരാത്ത ഒരാളല്ല പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട്. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓട് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടുപിടിക്കാനായിരുന്നു അല്ലെ? ബാക്കിയെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? അതിന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ ലബോറട്ടറി റെക്കോർഡ്സിനകത്ത് പറയുന്നില്ല. ബാക്കിയെല്ലാം തന്നെ ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അങ്ങനെ തിരിച്ചറിയണം. ഒരു പടിക്ക് മുന്നിൽ കയറി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ലല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം. കിട്ടുന്ന സമയം, അതായത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ വായിക്കാനായിട്ട് എടുക്കണം കേട്ടോ. വായിക്കാനായിട്ട് മാറ്റി വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ താങ്ക് യു. Thank you, ma'am. Thank you, ma'am.